ഇപ്പോഴും പല കർഷകർക്കും സംശയമുള്ള പ്രധാന കാര്യമാണ് കുമ്മായം നെൽകൃഷിക്ക് ചേർക്കേണ്ടതുണ്ടോ എന്നുള്ളത്. നെൽകൃഷിയിൽ കുമ്മായം ചേർത്താൽ ഉണ്ടാക്കുന്ന പ്രധാന 6 ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. 1. മണ്ണിന്റെ അസിഡിറ്റി അഥവാ അമ്ലത്വം കുറക്കുന്നു. കേരളത്തിലെ പല നെൽകൃഷി പ്രദേശങ്ങളുടെയും മണ്ണ് അമ്ല സ്വഭാവമുള്ളതാണ്. നീറ്റുകക്ക അമ്ലത്വം കുറച്ച് മണ്ണിന്റെ pH മൂല്യം 6 മുതൽ 6.5 വരെ ഉയർത്തുന്നു. ഇതിലൂടെ മണ്ണിലെ പോഷകങ്ങൾ സസ്യങ്ങൾക്ക് ലഭ്യമായ നിലയിലാകുന്നു. 2. പോഷകങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നു. അമ്ലത്വമുള്ള മണ്ണിലെ ഫോസ്ഫറസ് പോലുള്ള പ്രധാന പോഷകങ്ങൾ സസ്യങ്ങൾക്ക് ലഭ്യമല്ല. ചുണ്ണാമ്പ് ചേർക്കുമ്പോൾ ഈ പോഷകങ്ങൾ സസ്യങ്ങൾക്ക് ലഭ്യമാക്കും. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മുതലായവയുടെ ഉപയോഗക്ഷമതയും വർദ്ധിക്കുന്നു. 3. ഇരുമ്പിന്റെ ആധിക്യം കുറക്കുന്നു. അമ്ലത്വമുള്ള മണ്ണുകളിൽ അലുമിനിയം, ഇരുമ്പ്, മാംഗനീസ് എന്നിവയുടെ അളവ് സസ്യങ്ങൾക്ക് അപകടകരമായ നിലയിൽ ആയിരിക്കും. ഇവ വേരുകളിൽ ഒരുപാട് പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നതിനാൽ വളങ്ങൾ വേരുകളിലൂടെ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കുകയില്ല. ചുണ്ണാമ്പ് ഇവയെ നിഷ്ക്രിയ രൂപത്തിലാക്കി സസ്യവേരുകൾക്ക് ദോഷം ഉണ്ടാക്കുന്നത് തടയുന്നു. 4. മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ സ്ഥിരപ്പെടുത്തുന്ന ബാക്ടീരിയ ഉൾപ്പെടെയുള്ള ഗുണകരമായ സൂക്ഷ്മജീവികൾ ന്യൂട്രൽ pH-ൽ കൂടുതൽ സജീവമാകുന്നു. ഇതിലൂടെ ജൈവവസ്തുക്കളുടെ വിഘടനവും പോഷകങ്ങളുടെ ലഭ്യതയും മെച്ചപ്പെടുന്നു. 5. മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നു. കാൽസ്യം മണ്ണിലെ കണങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനാൽ മണ്ണിന്റെ വായുസഞ്ചാരം മെച്ചപ്പെടുന്നു. വേരുകളുടെ വളർച്ചയ്ക്കും വെള്ളം കെട്ടിനിൽക്കുന്നത് തടയാനും ഇത് സഹായകമാണ്. 6. നെൽകൃഷിയിലെ വിളവിലും ഗുണനിലവാരത്തിലും വർധന. മണ്ണിന്റെ പോഷകഗുണവും വേരുകളുടെ ആരോഗ്യ കൂട്ടി മെച്ചപ്പെട്ടതോടെ വിളവിലും ധാന്യത്തിന്റെ ഗുണനിലവാരത്തിലും വർധനവുണ്ടാകും. സാധാരണയായി മണ്ണിന്റെ pH അനുസരിച്ച് 500 കിലോഗ്രാം കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ഹെക്ടറിന് ചേർത്തു കൊടുക്കുക. കുമ്മായം ചേർത്താൽ 10 ദിവസത്തിന് ശേഷം മാത്രം രാസവളം ചേർക്കാൻ ശ്രദ്ധിക്കുക. പറിച്ചു നടുന്നതിന് 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ പാട്ടം ഒരുക്കുമ്പോൾ ചുണ്ണാമ്പ് വിതറി മണ്ണിൽ നന്നായി കലർത്തുന്നതാണ് ഉചിതമായ സമയം.